Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേസി കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ലേസി കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുക എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പല സുഹൃത്തുക്കളും ആ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുകയും പലർക്കും ഇപ്പോൾ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ പല ആളുകളും ഇത് ആക്ടിവേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ലേസി കാർഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ബില്ല് റീപേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,50,000 ആയിരുന്നു. പല സുഹൃത്തുക്കൾക്കും 3 lakh ഒക്കെ ലിമിറ്റ് കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു കാർഡിനായിട്ട് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടും. ഒരു ക്രെഡിറ്റ് കാർഡ് ആൾട്ടർനേറ്റീവ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാർഡാണിത്. ഇതൊരു വിസ പവേർഡ് ആയിട്ടുള്ള കാർഡാണ്. നമുക്ക് ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് വിസയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, വിസ പ്ലാറ്റിനം കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് വെച്ചുകൊണ്ട് പല ആളുകളും ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം എങ്ങനെ ഇതിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. മാത്രമല്ല ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് 500 രൂപ നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു റിവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇതിന് ബാങ്കിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ്. മാത്രമല്ല ഈ ഒരു കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കാർഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ തന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലും ഇതിൻ്റെ ലിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക്സ് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു കാർഡ് വെച്ച് ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ അതിൻ്റെ റീപേയ്മെൻറ്റും നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു കാർഡ് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തത് 839 റുപ്പീസിൻ്റെ ഒരു ഫ്യൂവൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഞാൻ പമ്പിൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 500 രൂപ നമുക്ക് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് 500 രൂപ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇത്തരത്തിൽ കാർഡ് ഉപയോഗിച്ചതിന് ശേഷം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബില്ല് പേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഓട്ടോ പേ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബില്ല് ടൈം എപ്പോഴാണോ ആ സമയത്ത് പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ താഴെ ആക്ടിവിറ്റി എന്ന സെക്ഷൻ കാണാം, അതിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് കാണാൻ പറ്റും. 339.75 ആണ് ഇപ്പോൾ ഞാൻ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 839 ആണ് ഓൾറെഡി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഓഫ്ലൈൻ ചെയ്യുന്നത് വഴി കിട്ടുന്ന 500 രൂപ മൈനസ് ചെയ്തുകൊണ്ട് ബാക്കി എമൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ റീപേ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ഓട്ടോ പേ എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ നൗ എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നിങ്ങളുടെ ഓട്ടോ പേ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിൽ ആവുകയും അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുകയും മാത്രമല്ല പിന്നീട് ഇതിന് ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്കിതിൽ റിവാർഡും ക്യാഷ് ബാക്കും എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് പേ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി പേ ചെയ്യേണ്ട എമൗണ്ട് ഇതേപോലെ വരും. അവിടെ നമ്മൾ പേ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ റീപേ ചെയ്യുന്നതിനായിട്ട് UPI സൗകര്യമുണ്ട്, ഡെബിറ്റ് കാർഡ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് സൗകര്യവുമുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വാട്സപ്പ് പേ വേണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യുക. ഇതോടുകൂടി ഇത് ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേയിലേക്ക് ഓപ്പൺ ആകും. അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഈ ഒരു പേയ്മെൻറ്റ് വളരെ ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു 339 ബില്ല് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലേസി കാർഡിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത, നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് ഏകദേശം 5% പരമാവധി 5% വരെ റിവാർഡ് കിട്ടുമെന്നുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു റിവാർഡ് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ ഓഫേഴ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ അപ് ടു 500 റുപ്പീസ് വരെ വിൻ ചെയ്യാനുള്ള ഒരു ഓഫർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്താൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാം. May 1st അതുപോലെ May 15നും ഇടയിൽ നമ്മൾ 3000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുകയും അതിന് റീപേയ്മെൻറ്റ് May 16നും അതുപോലെ 18നും ഇടയ്ക്ക് റീപേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് 500 റുപ്പീസ് വരെ അഷ്വർഡ് ആയിട്ട് വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു ഓഫർ ഉണ്ട്.
അപ്പോൾ നമ്മുടെ റിവാർഡ്സ് കാണുന്നുണ്ടെങ്കിൽ മൈ റിവാർഡ്സ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിവാർഡ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 500 ക്യാഷ് ബാക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലേസി കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ബിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ റീപേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ലേസി കാർഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ വെബ്സൈറ്റിലും ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലേസി കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.